ഹായ് ഹലോ. ഇന്ന് നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഞണ്ട് വെച്ച് എങ്ങനെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഞണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഞണ്ടിന് കുറേ മുട്ടയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഇതിന് മുകളിൽ കാണുന്ന ഈ തോടെടുത്ത് ഒഴിവാക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഈ വേസ്റ്റ് മുഴുവൻ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കാലൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം. അങ്ങനെ അതൊക്കെ നേരാക്കി കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലിയ കാലൊക്കെ പറിച്ചെടുത്തിട്ടോ. ഇതിൻ്റെ വലിയ കാലെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കാല് അതിമേ തന്നെ വെക്കണം. അത് ഇതെടുക്കണില്ല കേട്ടോ. പിന്നെ ഇത് നേരത്തെ നേരാക്കിയ പോലെ തന്നെ ഇതിൻ്റെ ഈ തോടൊക്കെ മാറ്റി വേസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കുക. ഇതാ ഈ ചെറിയ കാലിൻ്റെ ഈ തലപ്പൊക്കെ വെട്ടിക്കളയണം. അതിൻ്റെ ആവശ്യമില്ലാത്തതൊക്കെ വെട്ടി കളയാൻ. ഇതുപോലെ കേട്ടോ ഉണ്ടാകും. പലരും പല രീതിക്കല്ലേ ഉണ്ടാക്കുക. ഞാൻ ഇതുപോലെ ഉണ്ടാക്കില്ല. അപ്പോൾ അത് കാണിച്ചാൽ കേട്ടോ. ഇതാ അതിൻ്റെ ഈ പല്ലൊക്കെ വെട്ടിക്കളയാം. അങ്ങനെ നമ്മൾ ഞണ്ട് മുഴുവൻ നേരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ ഞണ്ടും നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ചെറിയ ഉള്ളി, വലിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇതേ നല്ലോണം കുറച്ച് വഴന്നതിന് ശേഷം ഇതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ പൊടികളൊക്കെ പച്ചച്ചയ മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഈ മസാലയിലൊക്കെ ഈ ഞണ്ടിനെ നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടെ അടച്ചു മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ഞണ്ടൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മസാലയിൽ ഈ ഞണ്ടൊക്കെ നല്ലോണം ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോട് കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ